അദ്ദേഹവുമായി സന്തോഷം പങ്കിടുവാനുമുള്ള ഒരവസരമായി ഇതിനെ മാറ്റുവാനായി പെട്ടെന്ന് ഇന്ന് രാവിലെ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരെയും വിളിച്ചു. നമ്മളെല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ ഡിനോമിനേറ്റർ ഉണ്ട്. അത് എല്ലാവരും ജോർജ് സാറിൻ്റെ സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ്. ജോർജ് സാറിനോട് ഞാൻ രാവിലെ പറഞ്ഞു, ജോർജ് സാർ 75ാമത് ജന്മദിനമാണ്, ഇത് ആഘോഷിക്കേണ്ട അവസരമാണ്. ഓടോ ഞാൻ ആഘോഷിക്കുകയൊന്നുമില്ല, വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾ അതിനൊന്നും തുനിയണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതല്ല, ഞങ്ങൾ ജോർജ് സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ ആളുകൾ, സുഹൃത്തുക്കൾ, സ്നേഹിതർ, സഹോദരങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന കുറേ പേർ, ഞങ്ങൾക്ക് ആഘോഷിക്കുവാനുള്ള ഒരവകാശവും അവസരവും ഞങ്ങൾക്കുണ്ട്, അത് ജോർജ് സാറായിട്ട് നിഷേധിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സർവാത്മന അതിനോട് സഹകരിക്കുകയും നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തു. ആദ്യമേ ജോർജ് സാറിന് ജന്മദിനത്തിൻ്റെതായ എല്ലാവിധമായ ആശംസകളും നേരുകയും ദൈവം സമൃദ്ധിയായി വീണ്ടും വീണ്ടും അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ കുടുംബജീവിതം അദ്ദേഹത്തിന് ലഭിച്ചു, അത് കൂടുതൽ ഐശ്വര്യപ്രദമാകട്ടെ. തലമുറകളെ കാണുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടാകട്ടെ എന്ന് ഹൃദയംഗമായി ആശംസിക്കുകയാണ്. ഇന്ന് രാവിലെ ലാലച്ച വിളിക്കുമ്പോഴാണ് ഒരു നഷ്ടം തോന്നിയത്. കാരണം ഇന്ന് അതിനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പൂർത്തീകരണം, കാര്യം അത് അത്യാവശ്യമാണ്. വി ഡി ജോർജ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് അനുവദിക്കുന്നില്ലെങ്കിലും ഒരാൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. കാര്യം നമ്മൾ ഓരോ തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, പ്രൊഫഷണലായിട്ടും അല്ലാതെയൊക്കെ നമ്മൾ ഓരോ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഇടപെടേണ്ടത് എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പി. ജോർജ് സാറിന്റെ പ്രവർത്തനം. അത് അദ്ദേഹം ചെയ്തിട്ടുള്ള മറ്റ് നമ്മുടെ തിരുവല്ല ഉൾപ്പെടെയുള്ള അതിൽ വരുന്ന കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടു എന്നെ ഏറ്റവും ആകർഷിച്ചത് തിരുവല്ലയിലെ അദ്ദേഹത്തിന് പരിചയമുള്ള, എനിക്ക് തോന്നുന്നു ഇപ്പൊ 105 106 പേരിൽ കൂടുതലായിരിക്കും, ഓരോ വ്യക്തികളെ കുറിച്ചും അദ്ദേഹം അടുത്തറിയാവുന്ന തരത്തിൽ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് അറിയാവുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ആ സ്നേഹം അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധവും കടപ്പാടും മുന്നിൽ കണ്ടുണ്ട് ആ വ്യക്തിയെ കുറിച്ച് മനോഹരമായിട്ട് അദ്ദേഹം ഓരോ എപ്പിസോഡായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇത് ആദ്യത്തെ 1-2 കഴിഞ്ഞപ്പോഴേ ജോർജ് സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇത് വലിയൊരു കാര്യമാണ്. കാരണം ഓരോരുത്തരെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ച് മഹാത്മാവിന്റെ എംടിയെ കുറിച്ചൊക്കെ എഴുതാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്. പക്ഷെ അതുപോലെ തന്നെ പ്രാധാന്യമാണ് ഈ നാട്ടിലുള്ള ഓരോ മനുഷ്യനും. ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അവരെ ഒരുപക്ഷെ അപ്രധാനമായി ജീവിച്ചു പോകുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളതാണ്. പക്ഷെ അതല്ല, ഓരോരുത്തരും ഇപ്പൊ ഏറ്റവും ജോർജ് സാർ എഴുതിയ കൂട്ടത്തിൽ എനിക്ക് എടുത്തു പറയാവുന്ന എല്ലാവരെയും എടുത്തു പറയുന്നതാണെന്നാൽ പോലും ഒരാളെ ഞാൻ എടുത്തു പറയാൻ കാരണം എനിക്കൂടെ അടുത്തറിയാവുന്ന എന്റെ അയൽവാസിയും കൂടെ ആയതുകൊണ്ട് ഒരു രാമൻകുട്ടി ആശാൻ, അദ്ദേഹം ചെറിയ പലവ്യഞ്ജനകടയാണ് നടത്തുന്നത്. പക്ഷെ അവിടെ നിന്ന് ഒരു സാധനം മേടിക്കണമെങ്കിൽ കുറഞ്ഞത് 3, 4, 5 മണിക്കൂർ നമ്മൾ ചെലവിടും. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ഒരു സാധനം വാങ്ങാൻ പറ്റൂ. കാരണം അവിടുന്ന് തിരക്കാണ്. ഈ വരുന്നവരെ അതിന്റെ ഓർഡർ അനുസരിച്ച് മാത്രമാണ് അദ്ദേഹം സാധനം കൊടുക്കുന്നത്. ഈ സാധനം നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം, നമ്മൾ തന്നെ തൂക്കണം, നമ്മൾ തന്നെ അതിനകത്ത് ഇത്ര കിലോ ഉണ്ടെന്ന് പറയണം. അങ്ങനെ കഴിയും. ഈ തരത്തിൽ ആ രീതിയിൽ ഒരു ചെറിയ കട അദ്ദേഹം ഈ നാട്ടിൽ നടത്തുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇന്ന് ഒരു മാർജിൻ ഫ്രീക്കും കൊടുക്കാൻ. പ്രളയത്തിന്റെ സമയത്ത് സാർ എന്നെ വിളിച്ച ദിവസം പറഞ്ഞു, കുന്നപ്പഴേ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് എവിടെയൊക്കെ ചെയ്യണം, അതിന് കുറെ ലിസ്റ്റ് ഞാൻ സാർ അത് നടക്കുമോ, അതൊന്നും അറിയണ്ടേ, എത്ര പേർക്ക് വേണ്ടി നമുക്ക് എന്ത് വേണ്ടി ഞാൻ ചെയ്യാം. ഞാൻ പറയാം, അവിടെ ആ സമയത്തൊക്കെ ലോറിയിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ കൊടുത്ത് എന്തുമാത്രം കാര്യങ്ങൾ അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് നമ്മുടെ നിലവിലാണ് ചെയ്യുന്നത്. കാരണം ഇതാര് ചെയ്യുന്നു എന്നുള്ളത് അറിയണമല്ലോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പറയാം കുന്നപ്പുഴ കൊടുത്താന്ന് പറയാം, അത് വേണ്ട, ഇത് നമ്മുടെ നിലവിൽ. അതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ജോർജ് സാറാണ്. ആ ജോർജ് സാറിൻ്റെ ആ
നല്ല മനസ്സിനെ ഞാൻ ഈ സമയത്ത് വളരെയേറെ സന്തോഷത്തോടെ അഭിനന്ദിക്കുകയാണ്. 75 വർഷം ദൈവം 74 വർഷം പൂർത്തീകരിച്ച് 75ാമത്തെ ജന്മനിലയിൽ കടക്കുകയാണ്. സാറിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പുള്ളി ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഇപ്പോഴും 70. ഞാൻ സാറിനോട് 75 ആയോ എന്ന് ചോദിച്ചു. ഞാൻ മന്നോട് ചോദിച്ചത് കാരണം ആ മനസ്സ് ഇപ്പോഴും ചെറുപ്പമാണ്. അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആയുസ് കൂടുതൽ ദീർഘിപ്പിക്കുക. അദ്ദേഹത്തിന് 75 അതിൽ കൂടുതൽ ദൈവം ദീർഘായുസ് നൽകട്ടെ. അതിലൂടെ നമ്മുടെ നാടിന് ഈ തിരുവല്ലയ്ക്കും സമീപ പ്രദേശങ്ങളിലും പൊതുജനമൊക്കെ പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കട്ടെ, കൂടുതൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യത്തിലും ദൈവത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് തന്നെ നല്ല തുടക്കമാണ്. ഇവിടെ ബിജോൻ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു തുടക്കം അദ്ദേഹം ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവം അതിന് 11ാം ക്ലാസ് പഠിക്കുന്നു. അവർ ഇന്ന് RCC പോകാൻ ഒരു രൂപ പോലും കയ്യിലില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇന്നലെ സാറിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ക്യാൻസർ ഒരു പേഷ്യൻറ്റിന് നമുക്ക് സഹായം ചെയ്യാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാം. ഞാൻ ആ ആളിലേക്ക് ചെന്നു. അവരുടെ വീട്ടിൽ ഇന്നലെ രാത്രി 9 മണിക്ക് നമ്മുടെ തിരുവല്ലയുടെ ഈ ഒരു സഹായം എത്തിക്കാൻ ചെന്നപ്പോൾ ശരിക്കും ആ ഫാമിലിയിലെ അവരുടെ ആ ഒരു കരച്ചിൽ, കാരണം ഇന്ന് അവർക്ക് പോകാൻ വണ്ടിക്കൂലിയില്ല. അപ്പൊ എത്രമാത്രം ആളുകളുടെ പ്രാർത്ഥനയാണെന്നറിയാം ഈ ഒരു മനുഷ്യനുള്ളത്. ശരിക്കും സാറിന്റെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ ഇത് 2ാമത്തെ തവണയാണ് YMC തിരുവല്ല സബ് റീജിയൻ സാമൂഹ്യ സേവനത്തിന് ഒരു അംഗീകാരം നൽകുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ രണ്ടാമതൊരു പേര് ഞങ്ങളുടെ മുമ്പിൽ വന്നില്ല. സബ് റീജിയനായി ഗുഡ് സമരിറ്റൻ അവാർഡ് PDO സാറിന് കഴിഞ്ഞ 26-ാം തീയതി ഞങ്ങൾ തിരുവല്ല YMCയിൽ വെച്ച് സമ്മാനിച്ചു. അതൊക്കെ ഒരു ഉപരിപ്ലവമായ വിലയിരുത്തലിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ളതല്ല. പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രൊഫഷനുമായി അല്ലെങ്കിൽ ബിസിനസ്സുമായി ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോട് പറയുന്നതിന് മാതൃകകൾ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ പണ്ടൊക്കെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഇടങ്ങളിൽ ചില മാതൃകകളൊക്കെ ഉണ്ട്. അങ്ങനെയും മാതൃകകളില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബോധ്യമായപ്പോൾ നല്ല മാതൃകകളെ കാണുമ്പോൾ ആ മാതൃകകളോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ നമ്മുടെ മനസ്സിങ്ങനെ വെമ്പുകയാണ്. അങ്ങനെ നമ്മളെ ചേർത്ത് നിർത്തുകയും നമ്മൾ ഒട്ടിച്ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് PDO സാറിൻ്റെത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും ഇത് ഇവിടെ പലരും ഈശ്വരാധീനം എന്ന് പറയുന്ന ഒരു കൃപയില്ലാതെ, ഒരു ഗ്രേസ് ഇല്ലാതെ PDO സാറിന് ഇങ്ങനെ നിലനിൽക്കാനായിട്ട് കഴിയുകയില്ല എന്ന് ഉത്തമമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മാറ്റിവെക്കുന്നത് നമ്മുടേതായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇഴുകി ചേരുമ്പോഴാണ്. പലപ്പോഴും PDO സാറിന്റെ ജീവിതത്തിന്റെ മുമ്പ് ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസത്തിന്റെ ബഹുഭൂരിപക്ഷം മണിക്കൂറുകളും നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം അവിടേക്ക് എത്തിക്കുമ്പോൾ ആ ലിസ്റ്റ് വീണ്ടും പുതുക്കുകയാണ്. അപ്പൊ ഈ എണ്ണം കൂടുന്തോറും കൂടുന്നുണ്ടോ എന്ന് നോക്കാൻ PDO സാർ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും ഇത് ഒരു കൃപയുടെ, ഒരു ഈശ്വരാധീനത്തിന്റെ, ഈശ്വര ചൈതന്യത്തിന്റെ ഒക്കെ ഒരു ബഹുസ്ഫുരണമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് വിശ്രമിക്കാം എന്ന് തീരുമാനിക്കാം. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ PDO സാറിന്റെ ഇനിയുള്ള ദിവസങ്ങൾ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ദീർഘായുസ് ഈശ്വരൻ നൽകട്ടെ. ഈ ഈശ്വര ചൈതന്യം മറ്റുള്ളവരിലേക്ക് പ്രസിപ്പിക്കുന്ന ഈ മാസ്മരികത അത് കൂടുതൽ ശക്തിയാർന്ന് ജ്വലിക്കട്ടെ. അതിനോടൊപ്പം ഞങ്ങളുണ്ട്. തീർച്ചയായും സാറിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ ജന്മദിനത്തിൽ എല്ലാ ആരോഗ്യങ്ങളും നേർന്നുകൊണ്ട് ഞാനൊക്കെ മൊബൈൽ എടുത്ത് ഒരു വാട്സപ്പ് അല്ലെങ്കിൽ 10 മിനിറ്റ് അതിലോട്ട് ചെലവഴിക്കുമ്പോൾ വൈബ് 2 പ്രാവശ്യം തന്നെ പറയും. ആ വൈബൊക്കെ എങ്ങനെ സാധിക്കും? എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അത്രയധികം മാനസികമായ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് തിരുവല്ലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ. കാരണം എനിക്ക് തോന്നുന്നൊരു 35 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഇവിടെ തിരുവല്ലയിൽ നടക്കുന്ന സാറ് വിളിച്ചാൽ ഏത് പരിപാടിക്ക് എന്ത് പരിപാടിയാകും പോലും നമ്മൾ ചോദിക്കാറില്ല. ആ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരിക്കും. സാറിനോടൊപ്പം എപ്പോഴും കൂടെ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുന്ന എനിക്ക് ഏറ്റവും നമുക്ക് ഏറ്റവും മനുഷ്യന് വേണ്ട ഹ്യൂമാനിറ്റി എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഹ്യൂമാനിറ്റി എന്താണെന്ന് തെളിയിച്ചു തന്ന, തിരുവല്ലക്കാർക്ക് തെളിയിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് ജോർജ് സാർ. അപ്പൊ ഈ
ഇത്തരം വ്യക്തികളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടത്. അപ്പോൾ ഈ രാജ്യത്തിന് വേണ്ട വ്യക്തികൾ നമ്മുടെ തിരുവല്ലയിൽ ഇത്രയും സ്നേഹത്തോടു കൂടി നമ്മളെ പരിപാലിക്കുകയും നമ്മളെ ഓരോ വ്യക്തികളുടെ കാര്യത്തിലും ശ്രദ്ധാപൂർവം ആർക്കെന്ത് വേണമെന്ന് ചോദിച്ചറിഞ്ഞ് എനിക്കൊന്ന് 24 മണിക്കൂർ ഈ മൊബൈലിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ പറഞ്ഞു ഈ മനുഷ്യന് ഈ മൊബൈൽ വിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം പെടലിക്ക് വേദനയായിട്ട് കുഞ്ഞിരുന്ന് ഈ മൊബൈൽ നോക്കി നമ്മൾ സാറേ കുറച്ച് നേരം ഇരുന്ന് താത്തു വെക്കും. ഇല്ല താത്തു വെക്കാൻ പറ്റില്ല, കാരണം അതുപോലെ അത്യാവശ്യമുള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കാളും ഉപരിയായി അദ്ദേഹം തനിക്ക് ചുറ്റിനും നടക്കുന്ന ഓരോ മനുഷ്യരെ കുറിച്ചും ഓരോ നിമിഷങ്ങളും ചിന്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ തന്നാൽ കഴിയുന്നതിനപ്പുറം എനിക്ക് തോന്നുന്നില്ല ഇത്രയൊക്കെ ഒരു തിരുവല്ലയിലുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാറ്റണം തിരുവല്ല ലൈഫ് കെയർ ഫൗണ്ടേഷൻ അതൊരു ചാരിറ്റിയാണ്. സാറ് പല രീതിയിലുള്ള ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഇത് എനിക്ക് കുറച്ച് ആൾക്കാരെ സംഘടിപ്പിച്ച് നല്ലൊരു ചാരിറ്റി ചെയ്യുന്ന ഒരു സംഘടന രൂപീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം സാർ ആദ്യമായിട്ട് സമയത്ത് ഞങ്ങൾ പട്ടയോട് ചേർന്നൊരു സാധു ലക്ഷ്യമാണ്. ഞങ്ങൾ വിജയപ്രതാപുരത്ത് അദ്ദേഹത്തിന് കുറച്ച് 10 സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട്, പക്ഷെ വഴിയില്ല. അപ്പം ഞാൻ വന്ന് പറഞ്ഞു സാറ് ഇതുപോലൊരു സംഭവമുണ്ട്, സാറ് വന്ന് സ്കൂളൊക്കെ എടുത്ത് ഗവൺമെന്റ് സ്കൂള് നടക്കാനുള്ള വഴി പിന്നെ അത് മതി കെട്ടാൻ പോകുക. സാറ് ടൈറ്റിട്ട വണ്ടിയിലൊക്കെ അവിടെ വന്ന് സത്യം പറഞ്ഞാൽ നാട്ടുകാർ പോലും ഞെട്ടി എനിക്ക് അടിയെടുത്തോണം. സാറിന്റെ മനസ്സ് അവിടെ വന്നിട്ടാണ് പുള്ളി നടക്കാനുള്ള വഴി 2 അടി വഴി കൊടുക്കാൻ പറഞ്ഞു. 2 അടി പിന്നെയാണെങ്കിൽ അപ്പുറത്തെ വഴിക്കാർ കൊടുക്കാൻ 4 അടി വഴി കിട്ടി. അതുകൊണ്ട് സ്ഥലത്തിന് വഴിയായി. അതുപോലെ പല പല കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായിട്ടാണ് ഞാൻ പോലും എനിക്ക് കുടുംബം അനുഭവിച്ചു. അനുഭവിച്ചപ്പം ആ സമയത്ത് ഭയങ്കര ആവശ്യങ്ങളാണ് എന്നെ കളഞ്ഞ അടുത്താക്കി കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന ടൈമിലിട്ടാണ് നമ്മൾ പേപ്പർ കടിയെ കുറിച്ച് വലിയ പാടാണ്. അപ്പം പല പല ആവശ്യങ്ങളായിട്ട് RTO ഓഫീസർ, റവന്യൂ ഓഫീസർ, വില്ലേജ് ഓഫീസർ എല്ലാം ഉണ്ട്. പക്ഷെ എന്താണെങ്കിലും അവിടെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പാസ്സായി കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് പമ്പ് കിട്ടിയത്. എല്ലാ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. സാറിന് ദീർഘായുസ്സ് ഉണ്ടാകട്ടെ. എല്ലാ അനുമതി ജോർജ് സാറിൻ്റെ നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെയധികം ഒരു അദ്ദേഹത്തിൻ്റെ വോട്ട് ആദ്യം പറയാനുള്ള കമ്പാഷൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുന്നേ നിൽക്കുന്ന വികാരം എല്ലാ സമയത്തും കമ്പാഷനാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ അദ്ദേഹം പിന്നെ വിനയം, ഈ 3 കാര്യമാണ് എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത്. അപ്പോൾ ഡെപ്യൂട്ടി തഹസീൽദാരായതുപോലെ തഹസീൽദാര് RTO ആയി ആ സമയങ്ങളിലെല്ലാം അദ്ദേഹം അതേ രീതിയിൽ തന്നെ ആദ്യ സർവീസിൽ എങ്ങനെ ഇരുന്നോ അതേ രീതിയിലുള്ള ആളുകളോട് ഇടപെടുന്നതും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതെല്ലാം അതേ വിനയത്തോടും അതേ കമ്പാഷനോടും കൂടിയാണ്. പ്രവർത്തനം നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ മോഹൻ പറഞ്ഞപോലെ അത്യാവശ്യം പറഞ്ഞപോലെ ഒരുപാട് സംഗതികൾ എല്ലാവർക്കും അനുഭവമുണ്ട്. അങ്ങനെ ഇടപെട്ട് ഔദ്യോഗികമായി തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ പാരലായിട്ട് തിരുവല്ലയുടെ വികസനത്തിന് വേണ്ടി ആദ്യകാലത്ത് കൂടുതലും ഇതിനേക്കാളും കൂടുതൽ വികസനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു ഇതിന് ഔദ്യോഗിക പറയുകയും അതിന് ഉള്ള അതെല്ലാം ആ സാഹചര്യത്തിൽ അതിനു വേണ്ടി ഉപയോഗിച്ചു. ഇപ്പോൾ ട്രാവൽ ക്ലബിൽ തന്നെ 1ാമത്തെ മെമ്പറാണ്. അപ്പോൾ അക്കാലത്ത് ഞാനതിന് സ്ഥാപക ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ആദ്യത്തെ സ്റ്റേജിൽ വളരെ ആക്റ്റീവായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുവന്നതിന് പ്രവർത്തിച്ചു. പിന്നെ ഈ ഒരു കുഴപ്പമുണ്ട്, എല്ലാത്തിനെയും ഒന്ന് മോൾഡ് ചെയ്ത് വെച്ച് സാറിന്റെ ബർത്ത്ഡേ ആണ്, 75ാമത്തെ ജന്മദിനമാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 75 കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയില്ല. നമ്മളെക്കാളും വളരെ ചുറുചുറുക്കോടെ കാണുന്ന ജോർജ് സാറ് 75 കണ്ടാലും പറയത്തില്ല. പുള്ളിയുടെ അതുപോലെ ആക്റ്റീവാണ് ആള്. നമ്മളൊക്കെ ഉള്ളതിനേക്കാളും വളരെ ആക്റ്റീവായിട്ട് ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ആളാണ്. സാറിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അങ്ങനെ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ സാറിന് എനിക്ക് സാറിനെ അറിയായിരുന്നു. സാറിന് പക്ഷെ എന്നെ അറിയാത്ത അവസരത്തിൽ സാറിവിടെ തിരുവല്ലയിലെ തഹസീൽദാരായിരിക്കുന്ന സമയത്ത് സാറിന് പക്ഷേ എന്നെ അറിയണമെന്നില്ല. അന്ന് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ സാറിന് റൂമിൽ പോയിരുന്നു. സാധാരണ നമുക്കറിയാം ഒരു ഗവൺമെന്റ് ഓഫീസിൽ, ഞാനൊരു ഗവൺമെന്റ് സർവന്റ് ആയിരുന്നു. ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് ലാസ്റ്റ് ഇയർ.
അപ്പം എനിക്കൊരു നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം. സാറിന് ഓർമ്മ ഉണ്ടാവില്ല. വിതിൻ നോ ടൈം വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യം സാധിച്ചു തന്നത് ഞാൻ പിന്നെ അതിന് അനുബന്ധമായിട്ട് ഞാൻ ജോലിയുടെ അപേക്ഷയായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ആ ജോലി കിട്ടിയതും എല്ലാം ഞാനിപ്പോഴും നല്ലൊരു സ്മരണയായിട്ട് എൻ്റെ മുമ്പിൽ അങ്ങോട്ടേ ഉണ്ട്. ഞാൻ സാറിനോട് ഇതുവരെ നേരിട്ട് പറഞ്ഞിട്ടില്ല. സാറിന് എന്നെ ഓർമ്മയുണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾ 2015 അതെന്റെ ഓർമ്മ, 2015 ഞങ്ങൾ സ്കൂളിൽ ഗ്രൂപ്പ് ഒന്നും കൂടിയായിരുന്നു. ഞാൻ സ്കൂളിൽ തിരുവല്ല CMS ഹൈസ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങളുടെ ഗ്രൂപ്പ് അന്ന് ഞാൻ 2-3 പേര് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് ഞങ്ങൾ കൂടി. അപ്പോൾ ഞങ്ങൾ 82 പേരായിരുന്നു അന്ന് ബാച്ചിലുണ്ടായിരുന്നത്. വിശദമായിട്ട് പറയുന്നില്ല, പെട്ടെന്ന് തീർക്കാം. അതിൽ ഞങ്ങൾ ഒരു 10-65 പേര് കൂടി. അപ്പം നമ്മൾ അന്ന് കൂടിയപ്പോഴത്തേക്കും ഞങ്ങൾ വളരെ ലോക്കൽ സ്കൂളാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളല്ല, ഇപ്പോഴത്തെ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ അതിലൊരു പെണ്ണിന് ഹസ്ബൻഡ് മരിച്ചാണ്. അപ്പൊ നമ്മുടെ ഇതിലെല്ലാം നമ്മൾ തുടങ്ങി സാർ എന്നെ അതിനകത്ത് മെമ്പർ ആക്കിയ ശേഷമാണ്. അതിന്റെ ഹസ്ബൻഡ് മരിച്ചു, മൂത്ത കുട്ടി ഡിവോഴ്സ് ആയിട്ട് വരുന്നത്, രണ്ടാമതൊരു കുട്ടി ഒരു മെന്റലി റിട്ടയർഡ് പോലുള്ള ആളാണ്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പ് എല്ലാം ആ സമയത്ത് ചെറിയൊരു എമൗണ്ട് ഈ ഗ്രൂപ്പ് കൂടിയ ശേഷം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യം ഞാൻ സാറിനോട് സംസാരിച്ചു. സാർ ഇങ്ങനൊരു ആളുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഫുഡ് കിറ്റ് കൊടുക്കുന്ന സമയമാണ് നമ്മുടെ തിരുവല്ല. അപ്പൊ സാറ് പറഞ്ഞു വന്നതല്ല, സാറിപ്പം നമുക്ക് അടുത്ത മാസം തൊട്ട് ആ കുട്ടിക്ക്, അത് ക്യാൻസറാണ്, ആ കുട്ടിക്ക് നമുക്ക് ആ പെണ്ണിന് നമുക്ക് മാസം കിറ്റ് കൊടുക്കാനുള്ള സംവിധാനം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞതൊക്കെ സത്യം. പക്ഷേ ഓരോ മാസവും ഞാൻ പോലും ചിലപ്പോൾ മറന്നു പോകും. സാർ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അതിന് കൊടുക്കാനുള്ള കിറ്റ് സാറ്. ചെറിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ 75 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, സാറിന്റെ നന്മകളെ കുറിച്ചായി ഇതുവരെ കേട്ടു. സാറിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾ അത് നേരിലറിയാവുന്ന ഒരാളാണ്. ഞങ്ങൾ അവിടെ നിന്ന് ആലോചിക്കുക, സാർ 69-ലാണ് സർവീസിൽ എത്തുന്നത് എന്നാണ്, സർക്കാർ സർവീസിൽ എത്തുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. 2001 സർവീസിൽ നിന്ന് വിരമിച്ചു അല്ലേ സാർ? 2001 സാർ? 2004 വിരമിച്ചു. അപ്പൊ സർവീസിലെ ഒരു ജീവിതവും സർവീസിന് ശേഷം ഉള്ള ജീവിതവും രണ്ടായിട്ട് സാറിനെ തിരിക്കണം. സാറ് തിരുവല്ലയിലാണ് സർവീസിൽ. അതിനിടയ്ക്ക് പോയത് പാലായിൽ മാത്രമേ ഉള്ളൂ. RDO ആയിട്ട് പാലായിലേക്ക് പോയി. ബാക്കിയുള്ള പൂർണ്ണമായ സമയവും തിരുവല്ലയിലാണ് സാറിൻ്റെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തനം നടത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ കാലഘട്ടത്തിൽ സാറിനെ സാറ് ഈ മനുഷ്യരുമായി ഇഴകിച്ചേരുക, പഴയ താലൂക്ക് ഓഫീസിന്റെ ഞാൻ കണ്ടിരിക്കുന്നത്, ആ താലൂക്ക് ഓഫീസിൽ വെച്ച് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു 85-ന് ശേഷമാണ് സാറിനെ കണ്ടിരിക്കുന്നത്. 85-90 എടുക്കാറാവുമ്പോഴാണ് സാറിനെ കണ്ടിരിക്കുന്നത്. ഒരു പേനായും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഓഫീസുകളിൽ നടക്കുന്ന ഒരു മുഖമാണ്, അവിടെ അല്ലാത്ത കസേരയിലിരിക്കുന്ന ഒരു മുഖം ഞാൻ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുന്നപ്പം സാറിനെ കണ്ടിരിക്കുന്നത്. കസേരയിൽ സാറിനെ കണ്ടിട്ടില്ല, പക്ഷെ ഓഫീസിലെ ഒരു നിറഞ്ഞ സാന്നിധ്യമാണ്. അതിൽ കൂടി സാറിന് ഒത്തിരി സൗഹൃദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആ സൗഹൃദത്തിന്റെ ശേഷിപ്പ ഒരുപക്ഷെ നമ്മളൊക്കെ എല്ലാവരും ഇല്ലെങ്കിൽ കുറെ ആളുകളെങ്കിലും ആ അന്നത്തെ സാറിന്റെ സർവീസിനെ കുറിച്ച് പിന്തുണയും തന്നുകൊണ്ട് എനിക്ക് 10 വർഷക്കാലം തിരുവല്ല നഗരസഭയിൽ ഒരു കൗൺസിലറായി പ്രവർത്തിക്കുവാനുള്ള അവസരത്തിന് അടിത്തറപ്പാക്കി തന്ന ഒരു വ്യക്തിത്വമാണ്. എന്നെപ്പോലെ നിരവധി ആളുകൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതുപോലെയുള്ള നിരവധി കഥകൾ പറയുവാനുണ്ട്. ഇതിലൊക്കെ ഉപരി ഞാൻ ചിന്തിക്കുന്നത്, സാറ് ചെയ്യുന്ന നന്മകൾ എത്ര മനുഷ്യരിലേക്ക് എത്തുന്നു എന്ന് എനിക്കറിയില്ല. സാറിന് ഇതുപോലെയുള്ള പരിപാടികളിലല്ല, നേരത്തെ നമ്മുടെ ജോർജ് സാർ പറഞ്ഞ പോലെ തന്നെ, പുന്നപ്പള്ളി സാർ പറഞ്ഞ പോലെ ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് തിരുവല്ലയിലെ ഏറ്റവും ആദരവ് നമ്മൾ അർപ്പിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ജോർജ് സാർ. കാര്യം ഇത്രയധികം കാര്യങ്ങൾ തിരുവല്ലയിലെ ഒരു വ്യക്തി ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരാൾ എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ പുഷ്പമേള നടക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചെറിയ അവസരം, അദ്ദേഹത്തെ ഒന്ന് ആദരിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതി. പക്ഷെ അതൊരു വലിയ
ആദരവായി ഞാൻ ചിന്തിക്കുന്നില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ അതൊരു വലിയ ചെയ്യാൻ കഴിഞ്ഞ ഒരു ചെറിയ കാര്യം. അതൊന്നുമല്ല, സാറിനെ സംബന്ധിച്ച് സാർ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കടപ്പെട്ടിരിക്കുക. കാര്യം സാറിനെ കൊണ്ട് നിരവധിയായ ജനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പോലും നമുക്കറിയാം ക്യാൻസർ ബാധിച്ച മീറ്റിംഗിലെ കേന്ദ്ര കഥാപാത്രമായ ആ വ്യക്തിയുടെ ഒരു വ്യത്യസ്തതയുണ്ട്. ഈ മീറ്റിംഗ് മറ്റു പല മീറ്റിംഗിൽ നിന്നും ഒത്തിരി വ്യത്യസ്തം. ഞാൻ ചോദിച്ചാൽ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആരുമില്ല. എല്ലാവരും മനസ്സിൽ നിന്ന് ചില വികാരങ്ങൾ, ചില താല്പര്യങ്ങളാണ്, ചില അനുഭവങ്ങളാണ് പുറത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മീറ്റിംഗ് ഇങ്ങനെ ഒന്ന് സംഘടിപ്പിച്ച് സാറിന്റെ ഈ സുഹൃത്ത് വലയങ്ങളെ തമ്മിൽ പരിചയപ്പെടുത്താൻ ഉള്ള നേതൃത്വം കൊടുത്ത, അതിനുള്ള ആരംഭം കൊടുത്ത ലാലച്ചനോട് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ്. സാറിനെ സംബന്ധിച്ചോളം എനിക്ക് പറയുകയാണെങ്കിൽ ഒന്നിനോട് കാര്യം മാത്രമല്ല, സാറിന്റെ ആ വ്യത്യസ്തത ഞാൻ പറഞ്ഞല്ലോ. ആ വ്യത്യസ്തനായ ഒരു മനുഷ്യനെ നമുക്ക് ലോകത്തിൽ പലർക്കും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ദുര്യോഗം. ഞാൻ ഇനിയിപ്പോ സമയം മുമ്പോട്ട് കൂടുതൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നേരിട്ട് സാറിന്റെ പ്രവർത്തനങ്ങൾ അനുഭവിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി. എൻ്റെ മോളെ PhD തീസിസുമായിട്ട് ബന്ധപ്പെട്ട് ഹാർഡ്ഷിപ്പ് ഫൈനാൻസിങ് എന്നുള്ളതാണ് IIT ചെന്നൈയിലെ അതിന്റെ ഒരു സർവേക്ക് പോകാനായിട്ട് ഉള്ള ഒരു അവസരം ഉണ്ടായപ്പോൾ ഇരിപ്പുണ്ട് എൻ്റെ ആൾക്കാരൊക്കെ. ഞാൻ സാറിന്റെ ഈ നമ്മുടെ തിരുവല്ലായുടെ പ്രവർത്തനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ ആ വീടുകളെല്ലാം എനിക്ക് സന്ദർശിക്കാൻ അവസരം കിട്ടി. എന്താണെന്ന് ചോദിച്ചാല് അങ്ങനെയുള്ള വീടുകളിലെ സാമ്പത്തികമായിട്ടുള്ള വൈഷമ്യങ്ങളെ പറ്റി പഠനമായിരുന്നു വിഷയം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായി അവർക്ക് എന്തുമാത്രം ആശ്വാസമാണ് ഈ നമ്മുടെ തിരുവല്ല എന്ന പ്രോഗ്രാമിൽ കൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അവരുടെ ഒരു പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും സാറിന്റെ കൂടെ ഉണ്ടായിരിക്കും. അത് യാതൊരു സംശയവും ഞാൻ നേരിട്ട് കണ്ടതാണ്. ഏകദേശം 50 വീടുകളോളം ഞാൻ സന്ദർശിച്ചു. ഞാനും അവളോട് സന്ദർശിക്കുകയുണ്ടായി. ഓരോ വീട്ടിലെയും അനുഭവങ്ങൾ, അവരുടെ അനുഭവങ്ങൾ. അവിടെ ആരും വീഡിയോ സാറിനെ പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സാറിന്റെ പ്രവർത്തനം. സാർ അവിടെ ഒന്നും ചെന്നിട്ടില്ല. അവിടെയാണ് ആ വ്യത്യസ്തത സാറിനുള്ളത്. ആരാന്നുള്ളത് പോലും അവരറിയുന്നില്ല. പറഞ്ഞവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ജോർജ് സാറിന് ഇങ്ങനെ ഒരു ആദരവല്ല ലഭിക്കേണ്ടത്. അതിനേക്കാളിലൊക്കെ വലിയ ഉന്നതി, സ്ഥാനമാനങ്ങൾ, അഭിനന്ദനങ്ങളും ആദരവുകളൊക്കെ ലഭിക്കേണ്ട ഒരു വിശിഷ്ട വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ജോർജ് സാർ എന്നുള്ളത് സംശയമില്ല. 24 വർഷമായി ഞാൻ തിരുവല്ലയിൽ താമസിക്കുന്നു. ഈ വ്യക്തിത്വത്തെ പരിചയപ്പെട്ട് 22 വർഷം പിന്നിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെട്ട ആ നിമിഷം മുതൽ ഇന്നുവരെയും ആ വ്യക്തിബന്ധം പ്രോപ്പറായി നിലനിർത്തുവാനായിട്ട് അതെൻ്റെ മിടുക്കൊണ്ടല്ല, എൻ്റെ നന്മ കൊണ്ടല്ല, ആ മനുഷ്യന് ദൈവം കൊടുത്ത വിശാലമായ സമർപ്പണത്തോടുകൂടിയ ഒരു മനസ്സാണ് അതിന് കാരണം. ദേവാർഡി ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിന് വിദേശ രാജ്യത്ത് പോകാനായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പേപ്പർ ശരിയാക്കണം. ഞാൻ ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, അതിനുള്ള സൗകര്യം അറേഞ്ച് ചെയ്യുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾ എൻ്റെ സുഹൃത്ത് എത്തിയപ്പോഴത്തേക്ക് ജോർജ് സാറ് ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി യാത്ര തിരിച്ചു. ഞാൻ കുറച്ച് അദ്ദേഹത്തിൻ്റെ കാറിനെ ഫോളോ അപ്പ് ചെയ്തു. ഞങ്ങൾ പുറകെ ചെല്ലുന്നത് കണ്ടിട്ട് മഞ്ഞാടി ആമല്ലൂർ റോഡിൽ വെച്ച് അദ്ദേഹം വണ്ടി നിർത്തി ഇറങ്ങി വന്ന് ആ റോഡിൽ നിന്നുകൊണ്ട് ആ മനുഷ്യന്റെ ആവശ്യങ്ങളെ സശ്രദ്ധം ശ്രദ്ധിച്ചു. സാറ് ഓർക്കൊന്നും അറിയില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, അടുത്ത ദിവസം എൻ്റെ ഓഫീസിൽ വന്നാൽ മതി, ഞാൻ ശരിയാക്കി തരാം. ഇന്നും അമേരിക്കയിൽ നിന്ന് എൻ്റെ സുഹൃത്ത് വിളിക്കും, പറയും, നിങ്ങളുടെ ആ സാറ് കാരണമാണ് ഞാൻ അമേരിക്കയിൽ നിന്നുകൊണ്ട്